തെന്നിന്ത്യൻ സൂപ്പർ താരം രശ്മിക മന്ദാന നായികയാകുന്ന പുതിയ പാൻ ഇന്ത്യൻ ചിത്രം മൈസയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ സിനിമാലോകത്തെ പ്രധാന ചർച്ചാവിഷയം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നായിക കേന്ദ്രീകൃത അണ്ടർവാട്ടർ ഫൈറ്റ് സീക്വൻസ് ചിത്രീകരിച്ച് പൂർത്തിയാക്കിയിരിക്കുകയാണ് താരം. മറ്റൊരു അമ്പരപ്പിക്കുന്ന കാര്യമെന്തെന്നാൽ ഡ്യൂപ്പിന്റെ സഹായമില്ലാതെ രശ്മിക തന്നെയാണ് അതിസാഹസികമായ ഈ രംഗങ്ങൾ പൂർണ്ണമായും ചെയ്തത് എന്നതാണ്. ചിത്രത്തിന്റെ സംവിധായകൻ രവീന്ദ്ര പുല്ലെ വ്യാഴാഴ്ച ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഈ ആക്ഷൻ രംഗങ്ങളുടെ ചില ചിത്രങ്ങൾ പങ്കുവച്ചത്. വെറ്റ്സ്യൂട്ട് ധരിച്ച് മുങ്ങൽ വിദഗ്ധർക്കൊപ്പം നിർദ്ദേശങ്ങൾ കേട്ടുനിൽക്കുന്ന രശ്മികയെ ഈ ചിത്രങ്ങളിൽ കാണാം. റിപ്പോർട്ടുകൾ പ്രകാരം 2 ദിവസങ്ങളിലായി ഏകദേശം 20 മണിക്കൂറോളമാണ് ഈയൊരു സംഘട്ടന രംഗം ചിത്രീകരിക്കുന്നതിനായി രശ്മിക വെള്ളത്തിനടിയിൽ ചിലവഴിച്ചത്. പുറത്തുവന്ന മറ്റൊരു ചിത്രത്തിൽ മുറിവുകളേറ്റ പാടുകളുള്ള നായികയെ കാണാൻ സാധിക്കും. എന്നാൽ ഇതിൽ താരത്തിന്റെ മുഖം വ്യക്തമല്ല. ഫൈറ്റ് സീക്വൻസ് പൂർത്തിയായെന്നും ചിത്രത്തിന്റെ ടീസർ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. തന്റെ കരിയറിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഈ ആക്ഷൻ രംഗങ്ങളുടെ ചിത്രീകരണമെന്ന് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ രശ്മികയും പ്രതികരിച്ചു. രവീന്ദ്ര പുല്ലെ സംവിധാനം ചെയ്യുന്ന മൈസ അൺഫോമുല ഫിലിംസിന്റെ ബാനറിലാണ് ഒരുങ്ങുന്നത്. ഗോത്രമേഖലയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഒരു ഇമോഷണൽ ആക്ഷൻ ത്രില്ലറാണ് ഈ സിനിമ. രശ്മിക മന്ദാന പൂർണ്ണമായും ആക്ഷൻ ഹീറോയിനായി എത്തുന്ന ആദ്യ പാൻ ഇന്ത്യൻ ചിത്രം കൂടിയാണിത്. 2025 ജൂലൈയിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ചോരയിൽ കുളിച്ച് ആയുധമേന്തിയുള്ള രശ്മികയുടെ ലുക്ക് വലിയ ശ്രദ്ധ നേടിയിരുന്നു. ഈ വർഷം തന്നെ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.